Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning all. Prayer ആരാണ്? Good morning, ma'am. Prayer പറഞ്ഞോ കേട്ടോ. Prayer ഞാൻ പറഞ്ഞോ. Prayer പറഞ്ഞോ കേട്ടോ. ഒരു മിനിറ്റ്. Okay. O Lord of the word, of knowledge, please bless our teachers. Please bless us too. Every piece of knowledge is not small. Make our knowledge easy for us. Remove all the thorns from our path. Let the grass of knowledge sprout on our path. Of God, we pray. Please accept all our prayers. Thank മിസ് ഇന്ന് സഹദുവിന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണേ. Many happy returns of the day. Thank you, Miss. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇന്നത്തെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കണ്ടു. ഇപ്പൊ സ്റ്റെപ്പായിട്ട് കാണാം. 1 minute കേട്ടോ. ചേരാ വേണമെങ്കിൽ പറയണേ. ഓക്കെ. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു മിസ്. കുഴപ്പമില്ല മിസ്സേ. നമ്മള് ഇന്ന് എടുക്കുന്നത് പ്രാക്ടിക്കൽ ഏരിയയില് മാത്തമാറ്റിക്കൽ ഏരിയയാണ് കേട്ടോ. ഞാൻ ഡീൽ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. നമുക്കൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ആരാ റീഡ് ചെയ്യുന്നേ? പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ ഇൻട്രൊഡക്ഷൻ ആണോ മാം വായിക്കണ്ടേ? ഇൻട്രൊഡക്ഷൻ. Okay. Before the child arrives in the world of mathematics, he is previously prepared for that through several activities in different areas. So before beginning with mathematics, the child must do two things: explore and accept the notion of idealized things with isolated qualities, practice the necessary intellectual skills. Firstly, to introduce the idealization of things and the isolation of qualities, the child is resolved to early sensorial activities. The sensorial material is designed to isolate quality like form, quantity, dimension, etc. Working with the sensorial materials gives the child a chance to deal with isolated qualities physically and therefore correct sensibilities of the mathematical word of ideal form. The ideal of form in the geometric cabinet and solids. The ideal of dimension in red roads, pink tower, broad stairs, and the ideal gradation of the cylinder blocks. Secondly, the child. Okay. നമ്മള് സെൻസറി ആക്ടിവിറ്റീസിൽ നമ്മളിപ്പോ മെറ്റീരിയൽസ് എല്ലാം
നമ്മളിപ്പോ പിങ്ക് ടവർ ആവട്ടെ, പിങ്ക് ടവർ എത്ര ബ്ലോക്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്? നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തല്ലേ പിങ്ക് ടവർ? യെസ് മാം, 10 blocks. towers. ഓക്കെ. അപ്പൊ നമ്മള് അവരെ ആ സെൻസറി ഏരിയയിൽ തന്നെ വെച്ച് നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എത്ര ബ്ലോക്സ് നമ്പേഴ്സ് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പിങ്ക് ടവർ ആരെങ്കിലും കയ്യിൽ പിങ്ക് ടവർ ഉണ്ടെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്തിട്ട് ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 1 2 3 അങ്ങനെ ഉണ്ടോ ആരെങ്കിലും കയ്യിലും? എന്റെ കയ്യിലുണ്ട് മാം. ഓക്കെ, അഫ്ന അന്ന് പിൻ ചെയ്യാം അഫ്ന. അപ്പൊ പിങ്ക് ടവർ കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ബ്ലോക്സ് 1 2 3 അങ്ങനെ ബ്ലോക്ക് ഒന്ന് അറേഞ്ച് ചെയ്യണ പോലെ ഒന്ന് പ്രസന്റ് ചെയ്യട്ടോ. ഞാൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ. സൗണ്ട് കുറവാണോ കേൾക്കുന്നത്? ഇല്ല മാം, എനിക്ക് ചെറുതായിട്ട് കേൾക്കാവുള്ളൂ. ക്ലിയർ അല്ല അല്ലേ? ഒന്ന് മോന്റെ സിസ്റ്റത്തിൽ ഒന്ന് സൗണ്ട് കൂട്ടി നോക്കിയേ. മോന്റെ സൗണ്ട് കൂട്ടൂലേ നമ്മള്, ചിലപ്പോ അത് തുറന്നെടുത്തായിരിക്കും. റെഡി ആട്ടോ. എന്താണ് അഫ്ന? പിൻ ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്തോളാം. ഓക്കേടാ, ഒന്ന് കൗണ്ട് ചെയ്ത്. മ്യൂട്ടാടാ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ആണോ മാം? ഓക്കെ ഏടാ, നന്നായിരുന്നു കേട്ടോ. നമ്മള് കുട്ടികളെ സെൻസറി ആക്ടിവിറ്റീസിന്റെ ടൈമിൽ തന്നെ നമ്മൾ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഈ നമ്പേഴ്സ് ഒക്കെ കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചോട്ടെ റിനീഷ. Okay, ma'am. Secondly, the child must be introduced. Ma'am, കേൾക്കുന്നില്ലേ? റീഡ് ചെയ്തോളാം. To the creative skills for mathematics. The practical life activities such as pouring beans between two jugs to more complex activities such as sweeping help children with 3 basic mathematical skills: exactness, calculation, and repetition. The sensorial activities provide the child with basic skills needed for mathematics work: calculation of amount of degree, exactness in perception, sense of weight, set recognition, algebraic analysis. Early arithmetic should not be introduced promptly. Instead, the child should be given enough time to work with all the materials. He needs to get a real perception of the different numbers and their relation to each other. He needs time so that he can increase at his own pace. The ideas of quantity is implicit in all the materials for the education of the senses. The concept of identity and of different forms is part of the actual technique of the education of senses, which begins with the recognition of identical objects and continues with the arrangements in gradation of similar objects. ഓക്കെ റിനീഷ,
മിനിറ്റ് നമ്മൾ അൽത്തമാറ്റിക് ആക്യുറസി അല്ലെങ്കിൽ അൽത്തമാറ്റിക്കിലേക്ക് വരുമ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അവർ റിപ്പീറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച് നമ്മൾ എന്ത് ചെയ്യും ഈ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനും അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാനും അതിന് എന്താണ് മെറ്റീരിയൽ ഇപ്പൊ എന്താണത് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ അപ്പൊ അവർ റെക്കഗ്നൈസ് ചെയ്യാനാണ് നമ്മൾ ആദ്യം അവരെന്ത് ചെയ്യുന്നത് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വന്നോ കേട്ടോ. The young child is able to learn the names of numbers before grasping the abstract perception through repeated work with the materials. Number road, spindle box, cards and counter, sandpaper, numeral and number games in the Montessori method. Children are introduced to the decimal system in the early sensory materials for dimension in sets of them. When the child has mastered the arrangements of the long road, he has a sensorial basis for counting 10. The number road is given next, which are identical to the red road. However, each section of 1 decimeter is colored red and blue. Rather, the children are to count 1 to 10 by using number roads. Next, children are introduced to the sandpaper numerals. Then they move on working with the number roads and numeral cards. Another simple counting exercise is done with the spindle box. The spindle box consists of compartments 0 to 9 and 45 loose spindle box. The child wants to put the appropriate number of spindles in the correct compartments. Next, to like it, ma'am. ഓക്കെ, ഞാൻ റീഡ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കുട്ടികള് ഈ നെയിംസ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി എന്താവണം, പരിചിതമാവണം. കുട്ടികൾ കുറച്ചും കൂടി ഫെമിലിയർ ആവണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് നമ്പർ റോഡ്സ് ആണ്. നമ്പർ റോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മെറ്റീരിയൽ ആണ്. നമ്പർ റോഡ് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്പർ റോഡ്സ് ഉണ്ട്. അപ്പൊ ബ്ലൂവും അതേപോലെ തന്നെ റെഡും ബ്ലോക്സുകൾ തന്നെ നമ്പർ റോഡ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്സ് നോക്കിയിട്ട് ഞാനിപ്പോ ക്യാമറ ഒന്ന് ഓക്കെ, നമ്പർ റോഡ്സ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കാണുന്നുണ്ടല്ലോ? ഇപ്പൊ ഫസ്റ്റ് ഓക്കെ, 1 1 2 1 2 3. അപ്പൊ കുട്ടികൾ ഇത് അനലൈസ് ചെയ്യും. എന്താണ് 1 2 1 2 3. ആ കുട്ടികൾ തന്നെ എന്ത് ചെയ്തോളൂ, അറേഞ്ച് ചെയ്തോളൂ. ഇതാണ് നമ്പർ റോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി റോഡ്സിന്റെ ഒപ്പം തന്നെ നമ്പർ കാർഡ്സും കൂടി ഉണ്ട്. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ കാർഡ്സ്? നമ്മൾ ഈ കാർഡ്സ് ഉണ്ടോ 1. അപ്പൊ കുട്ടികൾ ഫെമിലിയർ ആയി, നമ്പേഴ്സിനെ കുറിച്ചിട്ട് ഫെമിലിയർ ആയി കഴിയുമ്പോൾ അവർ കുട്ടികൾ തന്നെ എന്ത് ചെയ്തോളും, ഓരോ കാർഡ്സും അവർ അറേഞ്ച് ചെയ്ത് വെച്ചോളും. അത് 1 പേര് വെക്കും, 2 then 3 4. ക്ലിയർ ആണോ? 4 then 5 6 7 8 9 10. ലാസ്റ്റ് 10. അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പ്രസന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് നമ്പർ റോഡ്സ് കുട്ടികൾ ഫെമിലിയർ ആവും. അപ്പൊ എത്ര ബ്ലോക്സ് വെച്ചിട്ടും അതേപോലെ തന്നെ അത് വെച്ചിട്ട് അവർ മെഷർ കൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദെൻ സ്പിൻഡിൽ ബോക്സ് ആണ് പറഞ്ഞത് അല്ലെ. ഈ ഒരു ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ നമ്പേഴ്സിന് ഫെമിലിയർ ആവുമ്പോൾ ഓരോ ഇതും ഓരോ മെറ്റീരിയലും അതിലേക്കും കൗണ്ട് അനുസരിച്ച് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പഠിക്കും. ദെൻ പിന്നെന്താ പറയുക, സാൻഡ് പേപ്പർ ന്യൂമറൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ.
സാൻഡ് പേപ്പർ ന്യൂമറൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് നമ്പേഴ്സ് അതിൽ എഴുതും. ഇപ്പൊ നിങ്ങൾ ആൽഫബറ്റ്സ് എഴുതിയില്ലേ സാൻഡ് പേപ്പറിൽ, ചെയ്തു അത്? നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്പർ എഴുതിയിട്ടുണ്ട്. അത് ആരെങ്കിലും കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അഫ്ന ഒന്ന് പ്രസന്റ് ചെയ്യോടാ നമ്പേഴ്സ് എഴുതിയത്. സീറോ. സാൻഡ് പേപ്പർ ആണോ നടുക്ക്? ആ. ഓക്കെ എടാ. 1 2 3 4 5 6 7 8 9 10. നമ്മള് നമ്പേഴ്സ് ഇത് കൗണ്ട് ചെയ്യുമ്പോൾ കുട്ടികളെ കൊണ്ട് അത് ടച്ച് ചെയ്യിപ്പിക്കാം. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും മനസ്സിലാവാണ് അവർക്ക്. ആ ടച്ച് ചെയ്ത് നോക്കി അവര് സെൻസ് ചെയ്യാണ്. 1 എന്ന് പറയുമ്പോൾ അവർ സെൻസ് ചെയ്യാണ് 1. 2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 2 എന്ന് എഴുതാനുള്ളത് അവര് ആദ്യം തന്നെ ഫിംഗറിൽ അവർ മനസ്സിലാക്കാണ്. കറക്റ്റ് മൊമെന്റ്സ് വെച്ച് തന്നെ കുട്ടികൾ എന്ത് ചെയ്യാണ് അത് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങാണ് നമ്പേഴ്സ്. പിന്നെ ഏതാ പറഞ്ഞത്? സാൻഡ് പേപ്പർ നമ്പേഴ്സ് പറഞ്ഞു. നമ്പർ ഗെയിംസിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ. In the Montessori method, children are introduced to, 1 minute. In Montessori method, the children are introduced to decimal system in the early sensorial materials for dimensions in set of 10. നമ്മള് സെൻസറി ഏരിയയിൽ വെച്ച് തന്നെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1 2 3 ആയാലും ആ നമ്മൾ ടച്ച് ചെയ്ത് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസറി ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പിങ്ക് ടവർ ആവട്ടെ, ബ്രൗൺ സ്റ്റെയർ ഒക്കെ കൗണ്ട് ചെയ്യാനായിട്ട് അവിടെ എപ്പോഴും നമ്മൾ നോക്കിക്കോ. പിങ്ക് ടവർ 10 ആണ് അല്ലെ, 10 ബ്ലോക്സ് ആണ്. അപ്പൊ കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ഓഫ് 10s in early sensorial materials for the dimensions in set of 10s. When the child has mastered the arrangements of long rods, he has to be sensorial base for counting 10. അപ്പൊ അവർക്ക് അറിയാം കൗണ്ട് ചെയ്യാനായിട്ട് അവർ പഠിക്കുകയാണ് 1 2 3. അപ്പൊ അവരെന്ത് ചെയ്യാണ്? കുട്ടികൾ ചെറുപ്പത്തിലേ തന്നെ അല്ലെങ്കിൽ ആ ഫസ്റ്റ് സെൻസറി ഏരിയ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കൗണ്ട് ചെയ്യാനായിട്ട് അവർ പഠിക്കുകയാണ്. The number rods is given next which are identical to red rods. അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്പർ റോഡ്സ് ആണ്. അപ്പൊ നമ്പർ റോഡ്സ് റെഡ് റോഡ്സ് പോലെ തന്നെ ഐഡന്റിക്കൽ ആണ്. However, each section of 1 decimeter is colored in red and blue rather. നമുക്കറിയാം, ഞാനിപ്പോ ബ്ലോക്സ് കാണിച്ചു ഇല്ലേ? നമ്പർ ബ്ലോക്സിൽ ഫസ്റ്റ് എന്താണ്? ബ്ലൂ കളർ. നമ്മൾ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണുന്നത് ബ്ലൂ ആണ്, നെക്സ്റ്റ് റെഡ് ആണ്, ദെൻ ബ്ലൂ. കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതാണ് ആ കളർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റും. ഓക്കെ. Then blue rods. The children are count 1 to 10 by using number rods. അപ്പൊ നമുക്ക് നമ്പർ റോഡ്സ് യൂസ് ചെയ്ത് അവർക്ക് 1 to 10 എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. Then they move on working with the number rods and number cards. അപ്പൊ നമ്പർ റോഡ്സ് നമ്പർ കാർഡ്സ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും? വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. Another simple counting exercise is done with the spindle box and counts compare 0 to 9 and 45 use spindle box, and the children wants to put the appropriate number of correct ആയിട്ട് numbers നമുക്ക് അറേഞ്ച് ചെയ്ത് അതിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇമേജ് കാണിച്ചെന്ന പോലെ then they are introduced to cards and counters. The wooden cards with numerical 1 to 10 print ചെയ്തിട്ടുണ്ടാവും. On its 45 use counters. The children wants to arrange the cards in order to place suitable counts order. Okay. നമ്മളത് അവര് അറേഞ്ച് ചെയ്യും എന്നാ പറയുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ എന്താണ് ഏരിയയിൽ ഉപയോഗിക്കുന്ന കുറച്ച് എന്താണ് പാറ്റേൺസുകളാണ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ നമ്പർ റോഡ് ആണ് അവർ പറയുന്നത്. സാൻഡ് ന്യൂമറൽസ് അഫ്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. Then number rods and cards. ഞാൻ കാർഡ്സും നമ്പേഴ്സും പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നും കൂടി അത് അറേഞ്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. അറേഞ്ച് ചെയ്തിട്ട് ഈ ലാസ്റ്റ് പാരഗ്രാഫും കൂടി അവിടെ വായിക്കാം കേട്ടോ.
അല്ലാതെ വായിച്ചില്ലല്ലോ, ഒന്ന് റീഡ് ചെയ്തേക്ക് കേട്ടോ. വായിച്ചോട്ടെ മാം. വായിച്ചോട്ടോ. And they are introduced to the cards and counters. 10 wooden cards with numeral 1 to 10 printed on it and 55 loose counters. The child wants to arrange the cards in order and places with suitable counts of counters. Until a true knowledge of the units is achieved, the material is limited to 10. Once the units have been mastered, the whole decimal system is introduced. The child is taught the names of the power 10 through the bead material. The child is taught the written symbols through the large number cards. The following activities help the child to recognize the quantities and also help to link the written symbol to quantity. ഓക്കെ ടാ. നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്പേഴ്സും ന്യൂമറിക്കലും വെച്ചിട്ടൊരു ആക്ടിവിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ബീറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ബീറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ ബീറ്റ്സിന്റെ ചെയ്തിട്ടുണ്ട്. ബീറ്റ്സിന്റെ ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നോക്കാം. ഇത് 1, then 1 2 1 2 3 1 2 3 4 1 2 3 4 5 1 2 3 4 5 6 then 1 2 3 4 6 7 8. Okay. 1 2 3 4 5 6 7 8. 2 3 4 5 6. Last 10. Okay. So we count the letter. Last 10. Okay. ഇത് ബീറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ബീറ്റ്സ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബീറ്റ്സ് നമുക്ക് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാനായിട്ട്, കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ആരെങ്കിലും ബീറ്റ്സ് ഇതേപോലെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കണേ? ആണോ? അതുപോലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മറ്റേ സാധനമല്ല, വയ്ക്കണ സാധനമല്ല, ആ വുഡണില്ലേ അതില്ല. അത് കുഴപ്പമില്ല, ബീറ്റ്സ് ഉണ്ടാവും കയ്യില്. മാം വുഡൻ അല്ലാതെ വേറെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ 1 to 10. ആണോ? ഇതൊന്ന് പ്രസന്റ് ചെയ്തോട്ടോ. ഓക്കെ ഓക്കെ, മനസ്സിലായി. 1 ഓക്കെ, 1 2 ഒന്ന് നമ്പർ ഫുൾ ആയിട്ട് കാണിക്കോടാ. ഓക്കെ, 10 വരെ ഉണ്ട് വിനീത. ഓക്കെ ഓക്കെ, മനസ്സിലായി. 1 2 3 ഓക്കെ, റെഡി. മനസ്സിലായിട്ടാ, നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് എന്ത് പഠിപ്പിക്കുക? കൗണ്ട് ചെയ്യാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. കൗണ്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോ നമ്മള് ബോക്സ് നമ്പർ ഗെയിംസും ഞാനും ചെയ്തിട്ടുണ്ട് മാം.
ആണോ? ഞാൻ പ്രിന്റ് ചെയ്യാട്ടോ. മാം ഞാൻ വേറൊരു നമ്പറിൽ എന്താണ്? വീഡിയോ ഓൺ ആക്കിയേക്കുന്നത് ഇത് പിൻ ചെയ്യാമോ? അല്ല, വീഡിയോ. ഓക്കെ ഓക്കെ. വീഡിയോ ഓൺ ആക്കിയേക്കുന്നത് ഇതൊന്ന് പിൻ ചെയ്യാമോ? ഓക്കെ, അഫ്ന പ്രസന്റ് ചെയ്തോളാം. ഈ മുത്ത് ഒരേ സൈസ് കിട്ടിയില്ല, മാലയുടെ ആയിരുന്നു. ഇതാ ചെയ്തത്. നന്നായിട്ടുണ്ട്. പക്ഷെ റൗണ്ടഡ് ആയിട്ടുള്ള ബീഡ്സ് ആക്കാനായിട്ട് നോക്കാം. എപ്പോഴും നമ്മൾ വീട്ടില് ഫുള്ള് റൗണ്ടഡ് അല്ലേ, അതേപോലെ തന്നെ ഇവിടെ സ്പേസ് കുറവാണ്. നമുക്കപ്പോ ഒരു ബീറ്റിന്റെ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ സ്പേസ് നീക്കിയിട്ട് 1 നെക്സ്റ്റ് 2 അങ്ങനെ ചെയ്യണോണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഫുൾ ടൈറ്റ് ആയിട്ടാണ് ബീഡ്സ് വന്നിരിക്കുന്നത്. നമുക്കതിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 അങ്ങനെ എടുത്തെടുത്ത് കൗണ്ട് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ച് നീക്കി നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇത് മാത്തമാറ്റിക്കൽ ഏരിയ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? വേറെ എന്തെങ്കിലും മെറ്റീരിയല്? നമ്പേഴ്സിന്റെ ഇത് മാത്രം മാം പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ബീഡ്സ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടാടാ? അറേഞ്ച് Yes, ma'am. അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം സ്പേസ് കുറവാണ് നമുക്കിത് പ്രസന്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ കയ്യില് ബീഡ്സ് ഉണ്ട്. ഈ ബീഡ്സ് ഉണ്ട്, ബീഡ്സിന്റെ ബോക്സ് ആണ്. ഇതിൽ 10 ഇപ്പോ 1ന്റെ എത്ര 10 പെയേഴ്സ് ഉണ്ടാവും. അപ്പോ നമ്മളിപ്പോ റെഡ് അല്ലേ 1, കുട്ടികളോട് പറയും നമ്മൾ 1. അപ്പൊ നമ്മൾ ഈ കൊള്ളത്തില്. പിന്നെ 2 എന്ന് പറയുമ്പോൾ എന്താ 2 ബീഡ്സ് ഗ്രീൻ കളറാണ്. സോ 2. ദെൻ 3, 4, അങ്ങനെ അത് അറേഞ്ച് ചെയ്ത് അവരോട് തന്നെ നമ്മൾക്ക് ഇതിനെ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവരോട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ പറയുന്നതോടും, അതേപോലെ തന്നെ ആക്ടിവിറ്റി പോലെ 5 കാണുന്ന രീതിയിലൊക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, 5, 6, ഓക്കെ 6, 6 കഴിഞ്ഞാല് 7, 7 ഹൈറ്റ് ആണ്. അത് ഞാൻ മുഖത്തിന് വീടുള്ളതാണ്. 7, 8, 9, 10, 11, 7.
അപ്പൊ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബീറ്റ്സുകൾ മൊത്തം ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. സോ ഇതൊരു ആക്ടിവിറ്റി, ഒരു ഗെയിം പോലെ അവരെ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് നമ്പേഴ്സിനെ കുറിച്ചും കൗണ്ട് ചെയ്യാനും അവർ എന്ത് ചെയ്യും, ട്രെയിൻ ആവും. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് 1 ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഇതില് ഒരു കാര്യം കൂടി, ഒരു പിങ്ക് ടവറും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. കാരണം സെൻസിയൽ ഏരിയയിലാണ്, എന്നാലും ജസ്റ്റ് പിങ്ക് ടവർ നമുക്ക് വേണമല്ലോ, നമ്മുടെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിങ്ക് ടവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പിങ്ക് ടവറും കൂടി നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ. പിന്നെ മാത്തമാറ്റിക്സ് നിങ്ങൾ പ്രാക്ടിക്കലിൽ വരൂലേ? എല്ലാവരും വരുമോ? നെക്സ്റ്റ് ഈ വീക്ക് അല്ലേ പറഞ്ഞിരിക്കണേ? പ്രാക്ടിക്കലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ് പറയാനാ മാം പറഞ്ഞേ. അപ്പൊ ഈ 26th ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. കൺഫേം ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ്, നിങ്ങൾക്ക് അറിയുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ജിഷാമ്മൻ സൂചിപ്പിച്ചിരുന്നു, ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള സാറ്റർഡേ ഉണ്ടാകും പറഞ്ഞിരുന്നു. ആണല്ലേ, കൺഫേം ആക്കുമെന്ന് നെക്സ്റ്റ് ഡേ തന്നെ കൺഫേം ആക്കും കേട്ടോ. മാം ഗ്രൂപ്പിൽ പറയില്ലേ മാം? ആ ഗ്രൂപ്പിൽ പറയോടാ. എന്തായാലും നിങ്ങൾക്ക് ദൂരെ നിന്ന് വന്നവരല്ലേ, ട്രെയിൻ ടിക്കറ്റ് തരാത്തതല്ലേ, അതുകൊണ്ട് എന്തായാലും പറയും. നേരത്തെ എങ്കിൽ പറഞ്ഞിരിക്കും. ഓക്കെ മാം. അപ്പൊ നമ്മള് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട് പഠിച്ചു അല്ലെ. ഇത് എപ്പോഴും പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മള് കുട്ടികളെ കുറിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു മാറ്റ് ഒക്കെ യൂസ് ചെയ്ത്, നമുക്കറിയാം മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് മാറ്റ്. മാറ്റ് ഒക്കെ വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്യാൻ. ഞാൻ പെട്ടെന്ന് ഹരിയപ്പ് ആയതുകൊണ്ടും ഇന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ക്ലാസ് എടുക്കണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്കെ, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇനി പറഞ്ഞത് പിങ്ക് ടവറും കൂടി കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നമ്മളെല്ലാവരുടെയും നിങ്ങളെ കൊണ്ട് ഞാൻ പിങ്ക് ടവറൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. വുഡ് കൊണ്ട് ആരെങ്കിലും പ്രസന്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ പിങ്ക് ടവർ? നമ്മള് ചെയ്തിട്ടുണ്ടോ വുഡ് വെച്ച്? ആരോ ചെയ്തിട്ടുണ്ടായിരുന്നു മാം, ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരുന്നു. മാം ഞാനാ ചെയ്തത്. ഞാനിപ്പോ എന്റെ വീട്ടിലാണ്. ആണോ? ഓക്കെ, കുഴപ്പമില്ല. മോന്റെ വീട് എവിടെയാണ്? എന്റെ വീട് മാം ഞാൻ ചെയ്തിട്ടുണ്ട്, എറണാകുളം ജില്ല. എറണാകുളം. പ്രാക്ടിക്കലിന് വരുമോ? പറ്റേ വരാൻ നോക്കൂ. ഓക്കെ ഓക്കെ. വീടോ? ഹലോ, എടുത്ത് കളയില്ലേ? മേഡം മാം ഞാൻ ചെയ്തിട്ടുണ്ട് പിങ്ക് ടവർ. മോന്റെ വീട് എവിടെയാണ്? എന്റെ വീട് മഞ്ഞപ്ര, എറണാകുളം ജില്ല. എറണാകുളം. എന്താന്ന്? പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമെന്ന്? വരുന്നുണ്ട്. അപ്പൊ പിങ്ക് ടവർ പറ്റാണെങ്കിൽ കൊണ്ടുവരോ? കൊണ്ടുവരാം. ഞാനിപ്പോ കാണിക്കുന്ന അതാകുമ്പോ പ്രസന്റ് ചെയ്തോടാ, കൗണ്ട് ചെയ്തോ. ഞാൻ ചെയ്യാം. കൊച്ചിനെ കൊണ്ട് ചോട്ടാ. ഞാൻ ഇപ്പൊ ജോയിൻ ആയുള്ളൂ ക്ലാസ്സിൽ. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ അമ്മീനൊക്കെ അർച്ചന ചെയ്യണ നിക്ക് എനിക്കറിയാം നന്നായിട്ട്. എനിക്ക്
Hi. Hi. Count ചെയ്ത് 1, 1, 2, 3. അല്ല ഞാൻ പറയാം 1, 2, 3, 4, 5, 6, 7, 8, 9. ഒരെണ്ണം മിസ്സിംഗ് ആണ് മേഡം. Okay. 1, 2, 3. പോയി ഒരെണ്ണേ ആളെടുത്തതൊക്കെ Okay, എടുത്ത് okay കളിക്കും. ഞാനത് കാണാണ്ട് എടുത്തു വെച്ചതായിരുന്നു. അങ്ങനെ മിസ്സായിപ്പോയി. 2, Okay. 3, 4, 5, 6, Okay. 7, Now, 8, okay. 9, ഇതാണ് 10. നമ്മളുടെ 10 blocks. ഓക്കെ Blocks. Okay. ഇപ്പൊ ഞാൻ അറേഞ്ച് ചെയ്യാണ്. 2, 3, 4, 5, 7, 6, 7, 8, 9, 10. ഓക്കെ. പിങ്ക് ടവർ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഓക്കെ. നമുക്കിത് പിങ്ക് ടവർ യൂസ് ചെയ്ത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാനായിട്ട് പിങ്ക് ടവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. നമുക്ക് ഗ്രൂപ്പ് 1 വന്നിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റീസ് ഒന്ന് റീഡ് ചെയ്യും. ഗ്രൂപ്പ് 1 ഇൻട്രൊഡ്യൂസ് തുടങ്ങിയിട്ട് റിനീഷ് എത്ര നേരം റീഡ് ചെയ്തോണ്ടിരുന്നത്? വേറൊരാള് റീഡ് ചെയ്യോ? മാം ഞാൻ റീഡ് ചെയ്യാം. ആ, ഷഹദൂന. അല്ല, ഗ്രൂപ്പ് റീഡ് ചെയ്തോ. യൂണിറ്റ്സ് ഓഫ് ഹലോ കേക്കണ്ടോ മാം? ആ, ഷഹദൂന പറഞ്ഞോളാം. ഒരു പതർച്ചുള്ള ഗ്രൂപ്പ് പോലെ 1 എനിക്ക് തോന്നിയതാണോ പറഞ്ഞൂടാ. അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഗ്രൂപ്പ് 1 introduces units of quantity up to 10. In group 2, children are introduced to the decimal system, giving the children concrete experience with the units, tens, hundreds, and thousands. Group 3 helps children understand the number within 100. In Group 4, children work with the boards and beads to give materials demonstration of addition, subtraction, multiplication, and division. This board games help children to memorize tables. Children at this level walk along with the boards and at the same time they are introduced to recording. Group 6 is a conversion to abstraction, helping the child incorporate the functions of arithmetic. ഓക്കേടാ. അപ്പൊ ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളെ ക്വാണ്ടിറ്റി ആണ്. അപ് ടു എത്ര വരെ? 10 വരെയാണ്. ഗ്രൂപ്പ് 2 നമ്മൾ ഡെസിമൽസ്, യൂണിറ്റ്സ്, 10, 100, thousands ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഗ്രൂപ്പ് 3ലേക്ക് വരുമ്പോൾ നമ്മൾ വിത്തിൻ 100, 100 അത് കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കും. 4ലേക്ക് വരുമ്പോൾ നമ്മൾ ബോർഡ്സും ബീഡ്സും മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ച് കുട്ടികളെ അബ്സ്ട്രാക്ഷൻ, അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ 1 മിനിറ്റ് കേട്ടോ,
ക്യാമറയ്ക്ക് എന്ത് പ്രശ്നമുണ്ട്. ഓക്കെ, അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ കുട്ടികളെ ടീച്ച് ചെയ്യും. ഓക്കെ, multiplication, subtraction, division ഒക്കെ deal ചെയ്യും. The board games and at the same time they are introduced to recording. Group 6 conversion to the abstraction, helping the child to incorporate the function of arithmetics. നമുക്ക് arithmetics കൂടുതലായിട്ട് അവർ അബ്സ്ട്രാക്ഷൻ അവർ അത് മനസ്സിലാക്കാനും നമ്മളെ മാത്സിലേക്ക് അവർ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു തുടങ്ങും. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് 1 ആണ് നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 1 മെറ്റീരിയൽസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു 1 to 10 ഒന്ന് റീഡ് ചെയ്തേ. ഫസ്റ്റ് പറയുന്നത് നമ്പർ റോഡിന്റെ ആക്ടിവിറ്റി ആണ്. ഇത് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. എല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് അത്രയും ടൈം കിട്ടണമെന്നില്ല എല്ലാ ആക്ടിവിറ്റീസും പറഞ്ഞു പോകാനായിട്ട്. അപ്പൊ ജസ്റ്റ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്പർ റോഡ്സ് ആണ് പറയുന്നത് കേട്ടോ. റീഡ് ചെയ്തോ കേട്ടോ. ഷഹദുനല്ലേ? Yes, ma'am. Introduction of numerals 1 to 10. The number rods materials. 10 rods changeable in length from 1 decimeter to 1 meter. Every decimeter is colored alternately in red and blue. The first rod is exclusively red and the second is colored red and blue and so on. A large green mat is needed. Presentation. അത് വായിക്കണോ? റീഡ് ചെയ്തോടാ. Presentation. Take the child to the shelf to carry the rods to the floor. All red ends of the rods should be on the left hand side. Suggest to the child that he build the rods into a stair starting with the small rod. Start by showing the child to put the small rod at the bottom left hand of the mat. When the rods are in the correct position, the director will isolate 3 rods to teach the names of the rods by 3 period lessons. Period 1 വായിക്കണം മിസ്. കുഴപ്പമില്ലാടാ. ഓക്കെ, 1 മിനിറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നമുക്ക് 10 റോഡ്സ് ആണ് ചേഞ്ചബിൾ ഇൻ ലെങ്ത്. നമ്മൾ നമ്പർ റോഡ്സ് കാണുന്ന പോലെ ഇമേജിൽ കാണുന്ന പോലെ തന്നെ നമ്പർ റോഡ്സ് ആണ്. സോ എന്താ പറഞ്ഞേ, every decimeter is colored alternatively red and blue. നമ്മൾ ഇമേജിൽ കാണുന്ന പോലെ റെഡും ബ്ലൂ ആയിട്ടാണ് അത് കളർ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോറി. The first road is exclusively red and second is colored red, blue, so on. A large green mat is needed. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കളർ മാറ്റാണ് വേണ്ടത്? ഗ്രീൻ മാറ്റ് വേണം. ഈ മാറ്റിലായിരിക്കണം ഈ റെഡ് ബ്ലൂ റോഡ്സുകൾ നമ്പർ റോഡ്സ് അറേഞ്ച് ചെയ്യാനും കാർഡ്സ് വെക്കാനും. സോ മാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് അത് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മുടെ സൗകര്യക്കുറവ് കൊണ്ടാണ് അത് പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി പ്രസന്റേഷൻ. Take the children to carry the rods to the floor. All the red rods of the rods should be on left hand side. Correct left hand side അനുസരിച്ച് അറേഞ്ച് ചെയ്യാം. Suggest the children to build the rods into stair starting with the small rods. നമ്മൾ സ്റ്റെയർ ബിൽഡ് ചെയ്യാനായിട്ട് അവരോട് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് അവർ ബിൽഡ് ചെയ്തോളും. When the rods are in correct position, the directors will isolate 3 rods to teach the name of the rods by 3 period lesson. നമുക്ക് നമ്പേഴ്സ് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് അവർക്ക് 3 periods കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, പിന്നെ നമ്മൾ കൺക്ലൂഷൻ, എയിംസ്, കൺട്രോൾ ഓഫ് എയർ ആൻഡ് ഏജ് ലിമിറ്റ്. ഇത് എത്ര വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ നമ്പർ റോഡ്സ് ബെസ്റ്റ് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകാലോ? കുഴപ്പമില്ലാലോ? ഓക്കെ, ഒന്ന് റീഡ് ചെയ്തോ കേട്ടോ. സഹദുന റീഡ് ചെയ്തോടാ. Period 1. The teacher places the one rod in front of the children. കേൾക്കുന്നില്ല മിസ്? ടീച്ചർ കേൾക്കണ്ടോ?
The teacher places the one rod in front of the child and names it several times. This is one. She removes the first rod and places the second rod and says, this is two. Then she shows the three by counting each section and saying 1, 2, 3. This is 3. Place card in a mixed order on the floor mat at the bottom right hand area of the mat. Start by asking the child to count the rod nearest to him. Ask him to find the apt card and show him to place it at the end of the rod. Ask the child the count the next rod, find the proper card and place it on the rod. Continue to do beside for the rest of the roads. Aims to accomplish the numerical 1 to 10 with the actual quantities to see the numerals in sequences. Control of error. When the last card does not match the rod. Age of interest 4 years onwards. Presentation 2. Show the child. Okay. ഇതിലും ഒരു കൺഫ്യൂഷൻ കേട്ടോ ഞാനേ ഈ പീരീഡ് 1, 2, 3 അത് റീഡ് ചെയ്തോ ഷഹദുന? യെസ് മാം. എനിക്ക് പേജ് കുറച്ച് മാറിപ്പോയിട്ടോ. 3 കഴിഞ്ഞിട്ട് 2 ആയിരുന്നു. എനിക്ക് പേജ് മാറിപ്പോയതാ. സോറി മാം. Period 2. Period 2. The teacher places all the. കേക്കണ്ടോ മാം? കേക്ക പറഞ്ഞോടാ. To the teacher places all the notes parallel to the others in varied order. The teacher asks the child to show me the 1, show me the 2, and show me the 3. The child shows his empathy by pointing to the correct order. Period 3. The teacher then places on rod at the time and asks the child to name the rod. For example, she would place the rod 3 in front of the child and ask the child to count and name the rod. Conclusion. The teacher arranges the 3 rod into a stair and count 1, 2, 3 on subsequent days. 1 or more rods are added to those already until the child can count all the rods. Aims. Learning the names of numbers, understanding the value of each numbers, memorize the number sequences. Control of error. Teacher directed the length of each rod from 4 years. 3.5 years onward. ബാക്കി വായിക്കണോ? ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു വേണ്ട. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതാണ് പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും, നമ്പർ റോഡ്സ് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പീരീഡ് 1 തന്നെ അവരെന്ത് ചെയ്യും ടീച്ചേഴ്സ്, ദിസ് ഇസ് 1 നമ്മൾ ഡയമീറ്റർ വെച്ചിട്ട് തന്നെ കൗണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് 1, 2, 3 ദെൻ അവർ മെമ്മറൈസ് ചെയ്യിക്കും. 1, 2, 3 ഷോ മീ 1 എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ആ 1 എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡിലാണ്. അപ്പൊ 1 എന്ന് പറയുന്ന ബ്ലോക്സ് എടുത്ത് കൊടുക്കും. അപ്പൊ ഷോ മീ 2 എന്ന് പറയുമ്പോൾ 2 ബ്ലോക്സ് ബ്ലൂവും റെഡ് കൂടെയുള്ള ബ്ലോക്സ് എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ നമ്മള് ദെൻ തേർഡ് പീരീഡ് മുതൽ നമ്മൾ ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ 1, 2, 3 വരെ എല്ലാവർക്കും അറിയുള്ളൂ. 4 ദെൻ 5 അവര് അപ്പൊ ആ ഒരു എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലേണിംഗ് നെയിം ഓഫ് ദ നമ്പേഴ്സിന്റെ നെയിം ലേൺ ചെയ്യാൻ തുടങ്ങും. അവരുടെ വാല്യൂ എത്രയാണ് നമ്പേഴ്സ് 1, 2, 3 അപ്പൊ അത് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ദെൻ മെമ്മറൈസ് ദ നമ്പർ സീക്വൻസ്. ദെൻ 1, 2, 3 1 അങ്ങനെ ഇപ്പൊ 4, 5 അവര് നമ്പേഴ്സിന്റെ നെയിമും ഓൾറെഡി വാല്യൂം വെച്ചായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്. ഇത് 3.5 years ഓൺവേർഡ്സ് ഉള്ള കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് നമുക്ക് നമ്പർ റോഡ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നത്.
ദെൻ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് സെയിം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ റോഡ്സും കാർഡ്സും കൂടി ഒരുമിച്ച് പ്രസന്റ് ചെയ്ത് ഈ പ്രസന്റേഷൻ 1ഉം 2ഉം 3യും അതൊന്ന് റീഡ് ചെയ്യാം. 4ഉം റീഡ് ചെയ്തേക്കണം. ദെൻ ഇതിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനായിട്ട് കേട്ടോ. ഇവിടെ വരെ റീഡ് ചെയ്യണമെന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മളപ്പോ അത് ടൈം കളയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പേജ് നമ്പർ 162 എല്ലാവരും ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 162 1 മിനിറ്റ് 162 ഇവിടെ 161 വരെയും റീഡ് ചെയ്താൽ മതി കേട്ടോ. ഏജ് ലിമിറ്റ് വരെയും പറഞ്ഞാൽ മതി. ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ് അത് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റീസിൽ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. അഡീഷൻ സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഡിവിഷൻ എങ്ങനെയാണ് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ നമുക്കത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് 161 എന്നാണോ മാം പറഞ്ഞത്? ശബ്ദം കേൾക്കാൻ തന്നെ 160 എന്നാണോ പറഞ്ഞത്? 62 ഞാൻ പറഞ്ഞത് കാരണം ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ടാ പറയുന്നത് കണ്ടോ. 4.5 years വരെയാണ് ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 100 days chain ആണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ജസ്റ്റ് റീഡ് ചെയ്ത് പോകാനുള്ളൂ. ബാക്കി നമുക്ക് മെറ്റീരിയൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചോളൂ, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും എളുപ്പമായിരുന്നോ? കുഴപ്പമുണ്ടാവില്ല മാം. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നോ? ആദ്യത്തെ 1 or 2 എക്സാം ഇച്ചിരി ടഫ് ഉണ്ടായിരുന്നു. സിമ്പിൾ ആയിരുന്നു. ആ ഒരു ഫാക്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. നമ്മള് സാധാരണ പോലെ രണ്ടാമത്തെ എക്സാം പാടായിരുന്നു മാം. മൂന്നാമത്തെ എക്സാമാ പാടായിരുന്നു. മൂന്നാമത്തെ മറ്റേ രണ്ടാമത്തെ എളുപ്പമായിരുന്നു, മൂന്നാമത്തെ പാടായിരുന്നു. സൈക്കോളജി ഇത്തിരി പാടായിരുന്നു, കൺഫ്യൂഷൻ ആയിരുന്നു. അതെ, സൈക്കോളജിയും അതെ. നമ്മള് 4th പേപ്പറും ഇത്തിരി ടഫ് ആയിരിക്കുള്ളൂ. അത് എക്സാമിന്റെ പാറ്റേൺ അങ്ങനെയാണ്. നമ്മൾ ആദ്യം ഈസി പിന്നെ ആദ്യത്തെ എക്സാമിന് എനിക്ക് പണി കിട്ടി മാം. നല്ല എളുപ്പമുള്ള എന്ത് പറ്റി? അല്ല പാടല്ലായിരുന്നു, എനിക്ക് പണി കിട്ടിയത് ഫോൺ ഹാങ് ആയി പോയിന്നേ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായി പോയി. എന്നിട്ട് കറക്റ്റ് ടൈമിന് ഞാൻ എഴുതി തീർത്തു. അവസാനം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സാം എഴുതിയത്. എന്നിട്ട് 6:45 കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത്. അത് കുഴപ്പമില്ല, ടൈമിനുള്ളിൽ കറക്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ദെൻ ഒരു സ്പെയർ ആയിട്ട് വെക്കണോട്ടോ നിങ്ങൾ. അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ? ഞാൻ നോക്കിയിട്ടുണ്ട് മാർക്ക്. അനൗൺസ് ആയിട്ട് നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യും മിക്കവാറും, തോന്നുന്നു അങ്ങനെയാണ്. മാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 27th ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അവിടെ പറഞ്ഞായിരുന്നു. അങ്ങനെ 2-3 പേർക്കൊക്കെ പറ്റിയായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻസർ ചിലപ്പോൾ അത് ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ആവുന്നതോ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് മോഡലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റേഞ്ചിന്റെയോ അല്ലെങ്കിൽ ഇപ്പൊ ഫോൺ ഹാങ് ആയെന്ന് പറഞ്ഞില്ല, അപ്പൊ അടുത്ത പ്രാവശ്യം മെയിൻ എക്സാം വരുമ്പോ ഒരു എക്സ്ട്രാ സ്പെയർ ആയിട്ടൊരു ഫോണും കൂടി വീട്ടിൽ വേറെ ആരെങ്കിലും ഒരു ഫോണും കൂടി കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം എപ്പോഴാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാം ആദ്യത്തെ 2 എക്സാമിൽ ഞാൻ വാഗമണ്ണായിരുന്നു. ഇല്ല കുഴപ്പമുണ്ടായില്ല. അവിടെ ആ റിസോർട്ടില് വൈഫൈ ഉണ്ടായി. ഞാൻ 4ാമത്തെ എക്സാം എഴുതിയത് ഇക്കാക്കാടെ നിക്കാഹിന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. വണ്ടിയിലിരുന്ന് മൊത്തം പാട്ടും കൂത്തായിട്ട പിള്ളേര് പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും പുറകിലിരുന്ന് ഞാൻ എഴുതണം ആലോചിക്ക്. എനിക്ക് ചിരിയും വന്നിട്ടും വെള്ളം. ഓരോരുത്തർ ചോദിക്കും എക്സാം കഴിഞ്ഞോ അപ്പൊ ഇവരുടെ അടുത്തേക്ക് നോക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, എന്നാൽ നമ്മളത്
അച്ചീവ് ചെയ്തില്ലേ? ഇല്ലെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ഒക്കെ ടൈമും ഫീസും നമ്മൾ വീണ്ടും കയറേണ്ടൊക്കെ വരും. അതിനേക്കാൾ നല്ലത് നമ്മൾ ആ ടൈമിൽ തന്നെ എക്സാം എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ എല്ലാവരും മാർക്കൊക്കെ ഒന്ന് നോക്കാട്ടോ. ഞാൻ മിക്കവരെയും നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ 1 പാർട്ട് 1 പേപ്പർ 1 നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്തു. എനിക്ക് തോന്നുന്നു 90 ഒക്കെ അടുപ്പിച്ച് കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോ കണ്ടതാ, നല്ല എളുപ്പമായിരുന്നു തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ഞാനിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിലെ ഡെസിമൽ സിസ്റ്റംസ് ആൻഡ് ഓപ്പറേഷൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you so much. താങ്ക് യു മാം. ആ ബർത്ത്ഡേ അറിയില്ലല്ലോ, ഷഹദൂനയുടെ ബർത്ത്ഡേ അല്ലേ? ആരുടെയായിരുന്നു ബർത്ത്ഡേ? ഷഹദൂനയുടെ. സഹദൂന. ഓക്കെ, സോറി, ഞാൻ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എനിക്ക് വിഷ് ചെയ്ത് ക്ലിയർ ആയില്ല തോന്നുന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു Happy birthday, Sahaduna.